ഞാൻ റെസിപ്റ്റിവിറ്റി അടിച്ച് പിരിച്ച് ചാരിറ്റി എല്ലാവരുടെയും പിരിച്ചിട്ട് കുറേ പേര് അങ്ങനെ ചാറ്റ് ചെയ്യാറുണ്ട്. പിരിച്ചിട്ട് മറ്റുള്ളവർക്ക് കൊടുക്കുക. ഞാൻ അങ്ങനെയല്ല ചെയ്യുക. ഞാൻ പണിയെടുത്തുണ്ടാക്കുന്ന പൈസയാണ് ചാരിറ്റിക്ക് വേണ്ടി വിനിയോഗിക്കുന്നത്. അത് അവാർഡും അംഗീകാരങ്ങളൊന്നും ആഗ്രഹിച്ചതെന്നല്ല, എൻ്റെ സംതൃപ്തി അത്രയേ ഉള്ളൂ. അപ്പം അങ്ങനെ എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ അത് ചാരിറ്റി പർപ്പസിന് ഉപയോഗിക്കാമല്ലോ എന്ന് വിചാരിച്ചാണ് ആ വീഡിയോടൊപ്പം ഞാൻ ആ ഒരു കമൻറ്റൂടെ ചേർത്തത്, അല്ലെങ്കിൽ അത് ചോദിച്ചത്. തന്നില്ലെങ്കിലും എനിക്ക് വിരോധമൊന്നുമില്ല. എനിക്ക് തരേണ്ടതെല്ലാം ദൈവം തന്നോളും. കാരണം ഞാൻ ഉറച്ച വിശ്വാസിയാണ്, സത്യവിശ്വാസി. പക്ഷെ അതിന് ഒത്തിരിയേറെ പേർ വന്ന് തെറി വിളിച്ച്, അനാവശ്യങ്ങൾ വിളിച്ച്, അനീഷിനെ ബേസ് ചെയ്തുകൊണ്ടാണ് കമന്റ് പറയുന്നത്. അനീഷിനെ ഞാൻ കുറ്റം പറഞ്ഞു, അല്ലെങ്കിൽ ആ എമൗണ്ട് ചോദിച്ചതിനെ കുറിച്ച് ഒരുപാട് തെറി പറയുന്നു. ഞാൻ അനീഷിനെ അല്ലെങ്കിൽ അതിൽ പലരും എന്ന് പറയുന്നത് ഒരു പബ്ലിക് ഷോയാണ്. ആ ഷോയിൽ ചില പ്രവർത്തനങ്ങൾ ശരിയല്ലായിരുന്നു പലരുടെയും എന്നുള്ളത് എനിക്ക് മനസ്സിലായപ്പോൾ, ചിലരുടെ അല്ലെങ്കിൽ ഇവരുടെയൊക്കെ ചില പ്രവർത്തനങ്ങൾ ശരിയല്ലായിരുന്നു എന്ന് എനിക്ക് തോന്നിയപ്പോൾ അതിന് ഞാൻ വീഡിയോ ഇട്ടതാണ്. ഷോ കഴിഞ്ഞു, ഞാനത് നിർത്തി. ഷോ പബ്ലിക് ഷോ ആണ്, പബ്ലിക്കായിട്ട് റെസ്പോണ്ട് ചെയ്യാം എന്നുള്ള അർഹതയുണ്ട്. പക്ഷെ ഷോ കഴിഞ്ഞു, ഞാനത് നിർത്തി. പക്ഷെ അതിന് എനിക്കെന്തെങ്കിലും ചാറ്റ് ചെയ്യാൻ കിട്ടിയാൽ കൊള്ളാമെന്ന് ചോദിച്ചതിന് എന്നെ ഇത്രയും വലിച്ചു കീറി എൻ്റെ വീട്ടിൽ ഇരിക്കുന്നവരെ പറഞ്ഞ്, എൻ്റെ അമ്മയെ പറഞ്ഞ്, എൻ്റെ അച്ഛനെ പറഞ്ഞ്, എൻ്റെ എന്തെല്ലാം രീതിയിലാണ്, മഹാവൃത്തികെട്ട രീതിയിൽ. മലയാളികളൊന്നും ഇങ്ങനെ ആവൂല. ഇത് കൂലിപ്പട്ടാളമാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. അങ്ങനെ തോന്നുന്നു. അല്ലെങ്കിൽ PR വർക്ക് ചെയ്തിട്ട്, അല്ലെങ്കിൽ ഒരു പക്ഷേ അവർക്ക് കിട്ടാതെ പോയ, വിജയിക്കാൻ ട്രോഫി കിട്ടാതെ പോയി, 50 ലക്ഷം കിട്ടാതെ പോയ എൻ്റെ ഫ്രസ്ട്രേഷൻ ആണോ എൻ്റെ പെടലിൽ തീർക്കുന്നതെന്ന് എനിക്ക് സംശയമുണ്ട്. എന്തായാലും വളരെ മോശമായ രീതിയിൽ വലിച്ചു കീറി വൃത്തികെട്ട രീതിയിൽ പറഞ്ഞ് വരുത്തിയത് വളരെ മോശമായി പോയി. എനിക്കെന്തായാലും ആ കാശിൻ്റെ ആവശ്യമില്ല. പക്ഷെ എനിക്ക് ക്യാഷായിട്ട് കിട്ടുകയാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും അത് ചാരിറ്റി പർപ്പസിന് ഉപയോഗിക്കുക. അതൊരു ദൈവികമായ പ്രവർത്തനമാണ്. എന്നെ കണ്ട് ഒരുപാട് പേരത് ഫോളോ ചെയ്യുന്നു എന്ന് എനിക്ക് നന്നായിട്ടറിയാം. ഇനി കുറച്ച് പേര് ചെളിവാരി എറിഞ്ഞു, ചാണാമ്പാരി എറിഞ്ഞു, വായ്ത്തോന്നി വിളിച്ചു എന്ന് പറഞ്ഞൊന്നും ഞാൻ മാളത്തിനകത്ത് കയറിയിരിക്കില്ല. ലോക സമസ്ത സുഖിനോ ഭവന്തു, മാനവസേവ മാധവസേവ എന്ന് വിശ്വസിക്കുന്ന ആളാണ്. ജനങ്ങളെ സേവിക്കുന്നത് തന്നെ ദൈവത്തിനെ സേവിക്കുന്നതിന് തുല്യമാണെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഞാൻ അങ്ങനെ തന്നെ പൊക്കോണ്ടിരിക്കും. നിങ്ങൾ പ്രോത്സാഹിപ്പിച്ചാലും പ്രോത്സാഹിപ്പിച്ചില്ലെങ്കിലും എന്നെ സ്നേഹിക്കുന്ന, എന്നെ അറിയാന്നുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. അവരെനിക്ക് വേണ്ടി പ്രവർത്തിച്ചോളൂ. ഐ ലവ് യു ഓൾ. താങ്ക് യു.